തലയിലൂടെ കഞ്ഞൊഴിക്കുമ്പോൾ അതൊലിച്ചിറങ്ങി വായിലെത്തുമ്പോഴും 10 പൈസയുടെ ഭാവവ്യത്യാസമില്ലാതെ നിൽക്കുന്ന ഹീറോ. ഇത് കണ്ട നാട്ടുകാരും വീട്ടുകാരും ഒരേപോലെ പുച്ഛിച്ചു, ഇവനെന്താ നട്ടലില്ലേ എന്ന്. പക്ഷെ മക്കളെ, ഈ നിൽക്കുന്നത് തോറ്റുകൊടുത്തവനല്ല. വരാനിരിക്കുന്ന വലിയൊരു സുനാമിക്ക് മുന്നേയുള്ള സൈലൻസ് ആണ് അത്. അച്ഛന്റെ ഈ വലിയ ബിസിനസ് സാമ്രാജ്യം സ്വന്തം കൈപ്പിടിയിലാക്കാൻ വേണ്ടി LKG തൊട്ട് +2 വരെ ഒന്നുകൂടെ പഠിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു ഒന്നൊന്നര ഐറ്റം. കഥ തുടങ്ങുന്നത് അവിടെയാണ്. സീൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കക്ഷി പണ്ട് പടത്തമെല്ലാം മുഴപ്പി ഫുൾ ടൈം കറങ്ങി നടന്ന ടീമാണ്. ഇവനെയൊക്കെ ബിസിനസ് ഏൽപ്പിച്ചാൽ നമ്മൾ ചട്ടിയിലാകും എന്ന് പറഞ്ഞ് അച്ഛന്റെ പാർട്ട്നേഴ്സ് പാര വെച്ചു. അതോടെ ഹീറോ കൽപ്പിലായി. അച്ഛനോട് ഒരു മാസ് ചലഞ്ച് അങ്ങോട്ട് എറിഞ്ഞു. ജസ്റ്റ് 1 മന്ത് LKG മുതൽ +2 വരെയുള്ള സകല പരീക്ഷ ഞാൻ എഴുതിയെടുക്കും. ജയിച്ചാൽ നിങ്ങളുടെ ഈ ബിസിനസ് സാമ്രാജ്യം എന്റെ കയ്യിലായിരിക്കണം. അച്ഛൻ വിചാരിച്ചു ഇവൻ തമാശ പറയുകയാണെന്ന്. പുള്ളി സമ്മതിച്ചു. പക്ഷേ പിറ്റേന്ന് തൊട്ട് മാസ് കാണിച്ചത് ഹീറോയാണ്. കൊച്ചു പിള്ളേരുടെ കൂടെ പോയി LKG പോയിരുന്ന സ്ലേറ്റും പെൻസിലും എടുത്ത് ഹീറോ കഷ്ടപ്പെട്ട് പഠിച്ചു. ഓരോ ക്ലാസ് മിന്നൽ വേഗത്തിൽ പാസ്സായി. ഒടുവിൽ +2 വില്ലന്മാർക്ക് പേടിയായി. പണി പാളുമെന്ന് കണ്ടപ്പോൾ അവർ സ്കൂൾ പ്രിൻസിപ്പലിനെ ചെന്ന് ഭീഷണിപ്പെടുത്തി. ഈ പ്രിൻസിപ്പലിന് ഒരു സീക്രട്ട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പുള്ളി പണ്ടൊരു അണ്ടർഗ്രൗണ്ട് റെസ്ലർ ആയിരുന്നു. ഈ വിവരം പുറത്തുവിടുമെന്ന് പറഞ്ഞപ്പോൾ പാവം പ്രിൻസിപ്പൽ പേടിച്ച് ടിവിയിൽ വന്ന് ലൈവായി കള്ളം പറഞ്ഞു. പൈസ വരിയറിഞ്ഞാണ് ഇവൻ പരീക്ഷയെല്ലാം ജയിച്ചതെന്ന് പ്രിൻസിപ്പൽ അങ്ങ് തട്ടിവിട്ടു. ഇത് കേട്ട് അച്ഛൻ ആകെ തകർന്നുപോയി. സ്വന്തം മകൻ തന്നെ ചതിച്ചു എന്ന് കരുതി അവനെ ഇറക്കി വിട്ടു. തളർന്നു പോയ ഹീറോയിനെ ടീച്ചറും ഫ്രണ്ട്സും കൂടി ചേർന്ന് സപ്പോർട്ട് ചെയ്ത് പ്രിൻസിപ്പലിനെ കൊണ്ട് സത്യം പറയിപ്പിച്ചു. വില്ലന്മാരുടെ കള്ളക്കളി അച്ഛൻ മനസ്സിലാക്കി. അവസാനം ചതിച്ചു ജയിക്കാൻ നോക്കിയവരുടെ മുന്നിലൂടെ നെഞ്ചം വീരിച്ച് നടന്നു വന്ന ഹീറോയെ അച്ഛൻ ആ ബിസിനസിന്റെ ചക്രവർത്തിയാക്കി വാഴിച്ചു.